ചില പേഷ്യൻസ് ക്ലിനിക്കിൽ വരുമ്പോൾ പറയും, ഡോക്ടർ എനിക്ക് കുറെ സമയം ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തലവേദനയാണ്, ഈ മൈഗ്രെയിൻ ഒന്ന് മാറ്റി തരുമെന്ന്. നിങ്ങൾക്ക് വരുന്ന എല്ലാ തലവേദനകളും മൈഗ്രെയിൻ ആവണമെന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കുറെ സമയം ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന തലവേദനയാണെങ്കിൽ അതിന് സ്ട്രെസ് ഹെഡേക്ക് അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് എന്നാണ് പറയാം. യങ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തലവേദന ഈ ഒരു ഹെഡേക്ക് ആണ്. നിങ്ങൾ ഒരുപാട് സമയം നിങ്ങളുടെ കഴുത്ത് ഒരേ പൊസിഷനിൽ വെച്ച് ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ വരുന്ന മസിൽ ടെൻഷൻ കാരണമാവാം ഇത് വരുന്നത്. അല്ലെങ്കിൽ കണ്ണിന് വരുന്ന സ്ട്രെയിന്, അതുപോലെ മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ കുറെ സമയം പഠിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളിൽ, അങ്ങനെയുള്ളവരിലൊക്കെയാണ് ഇത് കാണാറുള്ളത്. നെറ്റിയിൽ ഒരു ടൈറ്റ് ബാൻഡ് വെച്ച് കെട്ടിയ പോലെ ഒരു സെൻസേഷൻ ആയിട്ട്, അല്ലെങ്കിൽ കണ്ണിന്റെ ബാക്കിൽ, തലയുടെ ബാക്കിൽ, കഴുത്തിന്റെ ബാക്കിലൊക്കെ പെയിൻ ആയിട്ട് വരുമ്പോഴാണ് ടെൻഷൻ ഹെഡേക്ക് ആയിട്ട് പറയാം. ഒരു മൈഗ്രെയിൻ പോലെ തന്നെ ഇത് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കാം. ഈ ഒരു കണ്ടീഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടിന്യൂസ് ഇരിക്കാതെ ഇടയ്ക്കൊന്ന് എണീറ്റ് ഒരു റെസ്റ്റ് എടുക്കുക. അതുപോലെ നിങ്ങളുടെ കഴുത്തിന്, ഷോൾഡേഴ്സിലൊക്കെ ഉള്ള മസിൽസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. നട്ടെല്ല് സ്ട്രെയിറ്റ് ആക്കി വെച്ച് തന്നെ ഇരിക്കുക. പിന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ടൈം കണ്ടെത്തുക. യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യുക. അതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് വെള്ളവും കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ടെൻഷൻ ഹെഡേക്ക് മാറ്റാൻ പറ്റാവുന്നതേ ഉള്ളൂ.